പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ ആൺസുഹൃത്തുക്കളോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ ഗേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഫോൺ പരിശോധിച്ചത് വഴി കണ്ടെത്തിയ സൂചനകൾ. എന്തുവാ ശരിക്കും ഈ കേസിനെ പറ്റി പറയണ്ടേ എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ വിഷയം ഒരുപാട് റിയാക്ട് ചെയ്ത സമയത്ത് ഇനി ഒരിക്കലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് കരുതി ഞാൻ ഒഴിവാക്കി വിട്ട കേസാണ്. പക്ഷെ ഈ ഒരു സാധനം കണ്ടപ്പോൾ സംസാരിക്കാണ്ട് നിൽക്കാൻ തോന്നിയില്ല. ആ കഴുത്തിലിട്ട് 200 പവൻ വിറ്റിട്ടുണ്ടെങ്കിൽ കൊല്ലങ്ങളോളം ജീവിക്കാനുള്ള ആസ്തിയുണ്ട്. പിന്നെ എന്തിനാ മോളെ നീയൊക്കെ പോയി ആത്മഹത്യ ചെയ്തേ? വിവാഹം മാത്രമാണോ അല്ലെങ്കിൽ ഇവ മാത്രമാണോ ജീവിതത്തിൽ ഇത് എൻഡ് എന്ന് പറയുന്നത്? അതിന് രണ്ടാമത്തെ കാര്യം, സ്വന്തം സ്വത്വം പുറത്തു പറയാൻ നാണക്കേടായതുകൊണ്ട് ഒരു ഡമ്മിയായി ഒരു പെണ്ണിനെ കൊണ്ടുപോയി നടന്നിട്ട് ഇപ്പം എന്തായി? PhD ഇല്ലാത്തതിൻ്റെ പേരിലായിരുന്നു തല്ല്. ഇനി ജയിലിലിരുന്ന് PhD ചെയ്തോ? PhDനേക്കാളും അടിപൊളി ജോലി അവിടെ കിട്ടും, മാസം 650 രൂപയും. ഇങ്ങനത്തെ എല്ലാ ടീമുകൾക്കും ഇതൊരു പാടായിക്കോട്ടെ. മാനസിക വിഭ്രാന്തി ഡുബ്ലോണ് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. സോ ഗോ ആൻഡ് ഹാവ് ഉണ്ട.